നമ്മുടെ അസ്തിത്വം തന്നെ വലിയൊരു മിസ്റ്ററിയാണ്. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ? കൂടാതെ മരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? മനുഷ്യ ശരീരം, മനുഷ്യ മനസ്സ്, പ്രപഞ്ചം എന്നിവയെപ്പോലും മനസ്സിലാക്കുന്നതിൽ ശാസ്ത്രം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും നാം മരിക്കുമ്പോൾ നമ്മുടെ ഊർജത്തിന് എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല. ഈ ചോദ്യവുമായി നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഊർജം അഥവാ എനർജി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കേണ്ടത് പ്രധാനമാണ്. ഊർജം എന്നത് ഒരു സംവിധാനത്തിൻ്റെ പ്രവർത്തന ശേഷിയാണ്. ഒരു കാറ് നീക്കുന്നത് മുതൽ ഭക്ഷണം ദഹിപ്പിക്കുന്നത്, ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നത് വരെ ഭൗതിക ലോകത്ത് കാര്യങ്ങൾ സംഭവിക്കുന്നത് ഈ ഊർജം മൂലമാണ്. ഊർജം ഒരു ഭൗതിക പദാർത്ഥമല്ല, മറിച്ച് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ കഴിയുന്ന പദാർത്ഥത്തിൻ്റെ ഒരു വസ്തുവാണ്. ഒരു മനുഷ്യ ശരീരം മരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ശാസ്ത്രം വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ മരിക്കുമ്പോൾ ആദ്യം എന്താണ് സംഭവിക്കുന്നത്? ഹൃദയമിടിപ്പ് നിൽക്കുവാണ്. ഹൃദയമിടിപ്പ് നിൽക്കുമ്പോൾ അത് തലച്ചോറിനും മറ്റവയവങ്ങൾക്കും ഓക്സിജനും പോഷകാഹാരങ്ങളും നഷ്ടപ്പെടുത്തുന്നു. ഇത് കോശങ്ങളുടെ മരണത്തിലേക്കും ടിഷ്യൂകളിലെ തകർച്ചയിലേക്കും നയിക്കുന്ന സംഭവങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് കാരണമാകുന്നു. അത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവാൻ കാരണമാകുന്നു. ഫോർ എക്സാമ്പിൾ സ്റ്റിഫ്നെസ്, അതായത് മരിച്ച ഒരാളുടെ ബോഡി ഭയങ്കര കാഠിന്യമുള്ളതായിരിക്കും. കൂടാതെ ഡീകളറേഷൻ സംഭവിക്കുന്നു. ഡീകളറേഷൻ എന്താണ്? മരിച്ച ഒരാളുടെ ബോഡിയിൽ ഒരു ചെറിയൊരു കളർ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മരണത്തിൻ്റെ നിരവധി ശാരീരിക ലക്ഷണങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ശരീരം ഒടുവിൽ അത് ജീർണിച്ചു പോകും. എന്നാൽ ഒരിക്കൽ ശരീരത്തിന് ഊർജം പകരുന്ന ഊർജത്തിന് എന്ത് സംഭവിക്കും? ചില ശാസ്ത്രജ്ഞർ വാദിക്കുന്നത് ഊർജത്തിനെ നശിപ്പിക്കാനോ സൃഷ്ടിക്കാനോ കഴിയില്ല, മറിച്ച് ഇറ്റ് ക്യാൻ ഓൺലി ട്രാൻസ്ഫോംഡ്, അതിനെ രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ വീക്ഷണം അനുസരിച്ച് ശരീരത്തിൽ ഒരിക്കൽ സംഭരിച്ചിരുന്ന ഊർജം നമ്മുടെ നിലവിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അളക്കാൻ കഴിയില്ലെങ്കിലും ആ ഊർജം എവിടെയെങ്കിലും പോകണം. ഒരാൾ മരിക്കുമ്പോൾ ആ ഊർജത്തിന് എന്ത് സംഭവിക്കും എന്നതിനെപ്പറ്റി ചില സിദ്ധാന്തങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. തിയറീസ് മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കൽസ് നമുക്കൊരിക്കലും സാധ്യമായിട്ടില്ല. സയൻസും നമ്മുടെ ഊർജത്തിന് എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിന് സയൻസിനും ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ പ്രകൃതിയിലോട്ട് തന്നെയാണ് നമ്മൾ അലിഞ്ഞു ചേരുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്പിരിച്വൽ പരമായി നോക്കുകയാണെങ്കിൽ പുനർജന്മം സാധ്യമാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. സോ ഇതെല്ലാം സിദ്ധാന്തങ്ങളാണ്. അപ്പോൾ കുറച്ച് സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത്, അത് പരിസ്ഥിതിയിലോട്ട് തന്നെ ചിതറുന്നു. അതായത് നമ്മുടെ എനർജി നമ്മുടെ എൻവിറോൺമെൻറ്റിൽ തന്നെ കൂടിച്ചേരുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഒരിക്കൽ ജീവൻ നൽകിയ ആ ഒരു എനർജി അന്തരീക്ഷത്തിലോട്ടോ നമ്മുടെ ഭൂമിയിൽ അതുപോലെ തന്നെ വെള്ളത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടിച്ചേരുന്നുണ്ട്. അത് നേരിട്ട് നമുക്ക് നിരീക്ഷിക്കാനോ അളക്കാനോ ഒന്നും കഴിയുന്നില്ലെങ്കിലും ശ്മശാന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആളുകളിൽ മരിച്ച ആ ഒരു സ്ഥലം, അവരുടെ വീടുകൾ എന്നിവയിൽ ചിലർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചിലർ വിശ്വസിക്കുന്നു. അതൊരു വിശ്വാസം മാത്രമാണ്. ഈ ഒരു സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നത് നമ്മളെല്ലാവരും തന്നെ സ്റ്റാർ ഡസ്റ്റാണ്. ഈ ഒരു സ്പേസിലും അതുപോലെ തന്നെ നമ്മുടെ എൻവിറോൺമെൻറ്റിലും കാണുന്ന എല്ലാ മൂലകങ്ങളും നമ്മുടെ മനുഷ്യ ശരീരത്തിലും അടങ്ങിയിരിക്കുന്നു. ആ ഒരു തിയറിയുടെ ബേസിലാണ് നമ്മുടെ ഈ ഒരു സിദ്ധാന്തം വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്പിരിച്വൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പുനർജന്മ സാധ്യത, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇത്രയും കാലം അനിമേറ്റ് ചെയ്തിരുന്ന ആ ഒരു ഊർജം മരിച്ചതിന് ശേഷം ഒരു പുതിയ രൂപത്തിൽ പുനർജനിക്കുന്നു എന്നാണ്. ഇത് അർത്ഥമാക്കുന്നത് പുതിയൊരു ജീവിതത്തിൻ്റെ ഭാഗമാകുകയോ അല്ലെങ്കിൽ പുതിയൊരു ജീവിത ചക്രത്തിലേക്ക് പ്രവേശിക്കുകയോ ചെയ്യാം. ഇതെല്ലാം തിയറീസാണ്. ദെൻ ഒരു മൂന്നാമത്തെ തിയറി ഉണ്ട്. അത് പറയുന്നത് ഇസ് ട്രാൻസ്ഫോർ ടു അനദർ ഡയമെൻഷൻ, അതായത് മറ്റൊരു ഡയമെൻഷനിലേക്ക് അത് നമ്മളെ മാറ്റുന്നു. നമ്മുടെ എനർജി മാറുന്നു. ഈ ഒരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ഒരിക്കൽ നമ്മുടെ ശരീരത്തിൽ വസിച്ചിരുന്ന ഊർജം നാം മരിച്ചതിന് ശേഷം മറ്റൊരു അസ്തിത്വത്തിലേക്ക് നീങ്ങുന്നു എന്നാണ്. ഇതിനർത്ഥം നമ്മുടെ ഊർജം ഒരു പുതിയ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാകുമെന്നോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പുതിയ ഡയമെൻഷനിലേക്ക് പ്രവേശിക്കുമെന്നോ ആയിരിക്കാം. ഇതൊന്നും ആരും ഇതുവരെയും തെളിയിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്, പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇറ്റ്സ് ഓൺലി എ തിയറി.
ഈ ഒരു 3 തിയറീസിൽ നിന്നും നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് എനർജി തന്നെയാണ്. ഊർജം നമ്മുടെ നിലനിൽപ്പിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഊർജമില്ലാതെ നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ശ്വാസോച്ഛ്വാസം മുതൽ നമ്മുടെ ചിന്ത, സ്വപ്നം അങ്ങനെ എല്ലാത്തിനെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ശക്തിപ്പെടുത്തുന്നത് ഊർജം തന്നെയാണ്. മരണത്തിൻ്റെ ഭൗതിക പ്രക്രിയകൾ മനസ്സിലാക്കാൻ ശാസ്ത്രത്തിന് നമ്മെ സഹായിക്കാൻ കഴിയും. പക്ഷേ അതെല്ലാത്തിനെയും വിശദീകരിക്കാൻ കഴിയില്ല. മരണത്തിനോട് നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് നന്നായി അറിയാമെങ്കിലും ഒരിക്കൽ നമ്മളെ അനിമേറ്റ് ചെയ്ത ആ ഒരു എനർജി, ആ ഒരു നിഗൂഢതകൾ ഇപ്പോഴും അവശേഷിക്കുന്നു. ആ എനർജി എന്തിലോട്ടാണ് മാറുന്നത് എന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. മരണം എല്ലാത്തിൻ്റെയും അവസാനമല്ല. നമ്മുടെ ഊർജം ഒരു പുതിയ രൂപത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടാലും, ഒരു പുതിയ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചാലും, അല്ലെങ്കിൽ പരിസ്ഥിതിയിലേക്ക് ചിതറിയാലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം അവസാനിക്കുമ്പോൾ നമ്മുടെ അസ്തിത്വം അവസാനിക്കുന്നില്ല എന്നത് വ്യക്തമാണ്. ഊർജത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിന് ആഴം കൂടുന്നതിനനുസരിച്ച് നാം മരിക്കുമ്പോൾ പുറത്തുവിടുന്ന ഊർജത്തെ അളക്കാനും നിരീക്ഷിക്കാനും എന്തെങ്കിലും നമുക്ക് കഴിഞ്ഞേക്കാം. പുതിയ സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ച് മരണത്തിന് ശേഷം നമ്മുടെ ഊർജത്തിന് എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. അതുവരെ നമ്മുടെ അസ്തിത്വത്തിൻ്റെ നിഗൂഢതയിൽ നമുക്ക് ആശ്ചര്യപ്പെടാം. ഇനി ഡെത്ത്, എന്താണ് മരണം? എന്താണ് മരണമെന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെങ്കിലും ശരിക്കും സയൻസിന് പോലും അറിയില്ല എന്താണ് മരണമെന്ന്. കാരണം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെയാണ് മരണം എന്ന് പ്രൂവ് ചെയ്തിട്ടില്ല. എന്നാൽ മരണത്തിൻ്റെ ഒരു 5 മിനിറ്റ് മുൻപ് അല്ലെങ്കിൽ മരണം കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ബോഡീസിൽ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്ന് ഭയങ്കരമായിട്ട് സയൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാലും എന്താണ് മരണം എന്നതിന് കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ സയൻസിന് ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമായിട്ട് 2 തരത്തിലുള്ള മരണമാണ് സംഭവിക്കുന്നത്. ഒന്ന് ക്ലിനിക്കൽ ഡെത്തും 2 ബയോളജിക്കൽ ഡെത്തും. ഇനി എന്താണ് ക്ലിനിക്കൽ ഡെത്ത് എന്നാവുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഹേർട്ടിൻ്റെ സ്റ്റോപ്പ്, നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവുക, ഹേർട്ട് ബീറ്റ് സ്റ്റോപ്പ് ആവുക. സോ ദാറ്റ് ഈസ് എന്താണ് ക്ലിനിക്കൽ ഡെത്ത്. അപ്പോൾ ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ച ഒരു വ്യക്തിക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ സാധിക്കും. അതായത് ആളുടെ ഹേർട്ട് ബീറ്റ് സ്റ്റോപ്പ് ആണെങ്കിലും ഒരു 4 to 5 മിനിറ്റ്സ് വരെ ബ്രെയിൻ വർക്കിംഗ് ആണ്. സോ അതിൻ്റെ ഇടയിൽ മനുഷ്യൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു വെള്ള വെളിച്ചം കണ്ടു. അതുപോലെ തന്നെ എൻ്റെ റിലേറ്റീവ്സ്, അമ്മ, അപ്പ എല്ലാവരും എൻ്റെ അടുത്തിരുന്ന് കരയുന്നത് കണ്ടു. പിന്നെ ചിലർ പറയുന്നത് എന്നെ തന്നെ ഞാൻ കണ്ടു എന്നാണ്. അതായത് നമ്മൾ വെന്റിലേറ്ററിലൊക്കെ സീരിയസ് ആയി കിടക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ കണ്ടു. അതിലേതാണ് റിയൽ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. സോ ഇങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിലോട്ടൊന്നും നമുക്ക് പോകണ്ട. അപ്പോൾ ദാറ്റ് ഈസ് ക്ലിനിക്കൽ ഡെത്ത്. അതായത് നമ്മുടെ ഹേർട്ട് ബീറ്റ് എല്ലാം സ്റ്റോപ്പായി, എന്നാലും നമ്മുടെ ബ്രെയിന് വർക്കിംഗ് ആണ്. സോ ഒരു 4 to 5 മിനിറ്റ്സ് അതാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ ഒരു ബ്രെയിൻ നമ്മുടെ സ്റ്റോപ്പ് ആയിട്ടില്ല, ഹേർട്ട് ബീറ്റ് മാത്രമേ സ്റ്റോപ്പ് ആയിട്ടുള്ളൂ. സോ ആ ഒരു ബിറ്റ്വീൻ ഗ്യാപ്പ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ഇനി അടുത്തതാണ് ബയോളജിക്കൽ ഡെത്ത്. ബയോളജിക്കൽ ഡെത്ത് എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് വെച്ചാൽ നമ്മുടെ ക്ലിനിക്കൽ ഡെത്ത് കഴിഞ്ഞ് ഒരു 4 to 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലോട്ടുള്ള ആ ഒരു നെർവ് സിസ്റ്റം എല്ലാം സ്റ്റോപ്പ് ആവും. കാരണം പമ്പ് ചെയ്യുന്നില്ല, ഓക്സിജൻ പമ്പ് ചെയ്യുന്നില്ല, ബ്രെയിനിലോട്ട് എത്തുന്നില്ല, പോഷകാഹാരങ്ങളും അങ്ങനെ ഒന്നും തന്നെ ബ്രെയിനിലോട്ട് എത്തുന്നില്ല. സോ ബ്രെയിനും സ്റ്റോപ്പ് ആവും. ബ്രെയിൻ സ്റ്റോപ്പ് ആകുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ കോശങ്ങളും ടിഷ്യൂസും എല്ലാം സ്റ്റോപ്പ് ആവും. സോ ദാറ്റ് ഈസ് ബയോളജിക്കൽ ഡെത്ത്. ബയോളജിക്കലി ഡെത്ത് സംഭവിച്ച ഒരു മനുഷ്യനെ നമുക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നേ വരെയും സാധിച്ചിട്ടില്ല. അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഫ്യൂച്ചറിൽ നമുക്ക് പോസിബിൾ ആവാത്ത ഒരു കാര്യങ്ങളുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സയൻസ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ബയോളജിക്കലി ഡെത്ത് സംഭവിച്ചൊരു മനുഷ്യ വ്യക്തിയെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനും സയൻസിന് സാധിച്ചേക്കാം. അതിൽ നമുക്ക് വിശ്വസിക്കാം. അതായത് നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ എനർജി നമ്മുടെ പരിസ്ഥിതിയിൽ തന്നെ അലിഞ്ഞു ചേരുകയാണോ, അല്ലെങ്കിൽ നമുക്കൊരു പുനർജന്മം അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഡയമെൻഷനിലോട്ട് തന്നെ ചേഞ്ച് ആവുകയാണോ എന്താണെന്നൊന്നും അറിയില്ല. ദെൻ അത് ഇതുവരെയും സയൻസിനും ആ ഒരു രഹസ്യം എന്താണ്, മിസ്റ്ററി തന്നെയായിട്ടാണ് അത് ഇപ്പോഴും തുടരുന്നത്.
പിന്നെ എന്താണ് ഡെത്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് മരണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതുവരെയും സയൻസിനും കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അത് നമുക്കും അറിയുള്ളൂ. അപ്പോൾ എന്താണ് മരണം എന്ന് ചോദിച്ചാൽ ഒരുപാട് വേർഡ്സ് ഉണ്ട്. മരണം സംഭവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ സയൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ശരിക്കും എന്താണ് ഡെത്ത് എന്ന് ഇതുവരെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സോ ഡെത്ത് മീൻസ് absence of life. That's it.